പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. കർത്താവേ, അങ്ങയുടെ മക്കളാണ് ഞങ്ങൾ ഓരോരുത്തരും. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് ഒരുമയോടെ അങ്ങയുടെ മക്കള് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്ലാറ്റ്ഫോമില്, ഈ യൂട്യൂബ് ചാനലില്, ഈ ശുശ്രൂഷയില് കർത്താവെ അവിടുന്ന് അനുഗ്രഹിച്ച് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇതുവരെ ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഒക്ടോബർ മാസത്തില് അമ്മ മാതാവിന്റെ പ്രത്യേകമായ സാന്നിധ്യവും മധ്യസ്ഥവും അമ്മയിൽ നിറഞ്ഞ കൃപകളും അമ്മയുടെ ശക്തമായ ഇടപെടലും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചു. കർത്താവെ, അതിനായിട്ട് അങ്ങയുടെ കൃപയും സമാധാനവും സന്തോഷവും അങ്ങയുടെ മക്കളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവമക്കളെ, നിങ്ങളെ ഓർത്ത് ഒത്തിരി സന്തോഷിക്കുന്നു. വലിയ കൂട്ടായ്മയില് കർത്താവ് നമ്മെ ചേർത്ത് പിടിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുമ്പോ ഈ ഒരു ശുശ്രൂഷയോർത്ത്, കൂട്ടായ്മയോർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയും. ഈ കൂട്ടായ്മയിൽ പങ്കുചേരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു വലിയൊരു നന്ദി, ഈ ഒരു പ്രാർത്ഥന കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചതിന്റെ ഒരു നന്ദി ഉണ്ടല്ലോ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ശുശ്രൂഷ അനേകരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. കാരണം മക്കളെയോർത്ത് വേദനിക്കുന്ന, കുടുംബങ്ങളെയോർത്ത് വേദനിക്കുന്ന, കുടുംബ ജീവിതത്തെയോർത്ത് വേദനിക്കുന്ന അനേക മക്കൾ ഞാൻ ഓർക്കണ്ട്. ഓരോ ദിവസവും ഒത്തിരിയേറെ പേര് അച്ഛനെ വിളിക്കുന്ന, ഫോൺ എടുത്ത് ഞാൻ പറയും, നിങ്ങൾ വാട്സാപ്പിൽ വോയിസ് മെസ്സേജ് വിട്, സമയം പോലെ കേട്ടോളാം. പിന്നെ ഒത്തിരിയേറെ പേര് കാണാൻ വരുമ്പോൾ സംഭവങ്ങൾ മക്കളെ കൊണ്ടുവരുന്നു, ജീവിതത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു. വരാത്ത മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ വരുന്നു. രണ്ടാശ്ശേരി കൺവെൻഷൻ വന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി ഉപവാസ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കുന്നു. ധ്യാനം കൂടാൻ വേണ്ടി വരുന്നു അനേക മക്കൾ. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് തന്നെ ഈശോ ഒരു കാര്യം പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗവും ഈ പ്രശ്നങ്ങളും മാറത്തില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കള് അതറിഞ്ഞ് ജീവിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ പ്രാർത്ഥന, ഈ ശുശ്രൂഷയും അനേകരോട് പറഞ്ഞു കൊടുക്കണം, അനേകരിലേക്ക് പങ്കുവെച്ച് കൊടുക്കണം. അനേക മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആയിരക്കണക്കിന് മക്കൾ ഇപ്പോൾ എല്ലാ ദിവസവും പങ്കെടുക്കുന്നുണ്ട്. പോരാ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് മക്കള് ഒരുമിച്ച് ഈ കാലഘട്ടത്തിൽ അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ച് യോസേപ്പിതാവിന്റെ വലിയ സാന്നിധ്യത്തില് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വിഷയം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വചനം. അവിടെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ, തന്റെ ഇളയമ്മയായ എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വലിയ കഷ്ടപ്പാട് സഹിച്ച് ഇതാ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു വലിയൊരു ദിവ്യമായ രഹസ്യം നമ്മളവിടെ കാണുന്ന കാര്യമുണ്ട്. ആ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ മലമ്പ്രദേശത്തുള്ള തന്റെ ഇളയമ്മയായ എലിസബത്തിന്റെ സഖറിയായുടെ വീട്ടിലേക്ക് ഓടി ചെല്ലുകയാണ്. തിടുക്കത്തിൽ. അതായത് അമ്മ മാതാവിന്റെ ഒരു സ്വഭാവമാണ്, തന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തില് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തിടുക്കത്തിക്കാൻ വാക്കാണ് വളരെ സഹിക്കത്. തിടുക്കത്തിൽ അമ്മ ചെല്ലാണ്. 3 മാസം അവിടെ താമസിച്ച് ആ ഇളയമ്മ, നമുക്കറിയാം, വാർദ്ധക്യത്തില് ഗർഭം ധരിച്ച് ഇപ്പോൾ 6-ാം മാസമായിരിക്കുന്ന ഈ സമയത്ത് ഒത്തിരിയേറെ സഹായം ആവശ്യമുണ്ട്. തന്റെ ഇളയമ്മയാണ്. അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ടവർക്ക്, തനിക്ക് ബന്ധമുള്ളവർക്ക് പ്രത്യേകമായ വിധത്തില് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തിടുക്കത്തിൽ ഇടപെടുന്നവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ മാതാവിനെ സ്നേഹിച്ച് അമ്മയുടെ മക്കളായിട്ട് മാറി, അമ്മയുടെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിച്ച് അമ്മയുടെ വലിയ സാന്നിധ്യം ഉറപ്പിച്ച് അമ്മ ബന്ധത്തിൽ നമ്മൾ ജീവിച്ചാൽ മതി. അമ്മയുടെ മക്കളായിട്ട്, അമ്മയുടെ ചാർച്ചക്കാരായിട്ട് നമ്മൾ മാറിയാൽ മതി. നമ്മുടെ ആവശ്യങ്ങളിൽ അമ്മ തിടുക്കത്തിൽ ഇറങ്ങി വന്ന് ഇടപെടും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, മാതാവിനെ നമ്മുടെ കുടുംബത്തിലേക്ക് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം.
നമ്മുടെ ആവശ്യങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലൊക്കെ എന്തുമാത്രം ആവശ്യങ്ങളാണ്, എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എന്തുമാത്രം അസ്വസ്ഥതകളാണ്, എന്തുമാത്രം പ്രതിസന്ധികളാണ്, എന്തുമാത്രം മേഖലകളാണ്. ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ പിന്നീട് നമ്മൾ കാണുന്ന ദിവസങ്ങളിൽ അമ്മ കടന്നു ചെല്ലുമ്പോൾ ആ കുടുംബത്തില് സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മള് അമ്മ മാതാവുമായുള്ള ബന്ധം ആഴപ്പെടുത്തുക, അമ്മയുടെ ചാർച്ചക്കാരായിട്ട് മാറുക, അമ്മയുടെ മക്കളായിട്ട് തീരുക, അമ്മയുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുക. അങ്ങനെ ചെയ്തു കഴിയുമ്പോ പ്രിയപ്പെട്ടവരെ, അമ്മ കണ്ടറിഞ്ഞ് ഇടപെടുക. നമുക്കറിയാം, അമ്മയോട് ആരും ആവശ്യപ്പെട്ടൊന്നുമില്ലല്ലോ. അമ്മ അതറിഞ്ഞു. അമ്മ അറിഞ്ഞപ്പോ തന്നെ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഒത്തിരിയേറെ ദൂരം യാത്ര ചെയ്ത് മലം പ്രദേശത്തുകൂടെ കട്ടപ്പെട്ട് യാത്ര ചെയ്ത് അമ്മ അവിടെ കടന്നു ചെല്ലുകയും ആ കുടുംബത്തിന് ആവശ്യമായ ശുശ്രൂഷകൾ 3 മാസം അവിടെ താമസിച്ച് ചെയ്യുകയും വലിയ ദൈവകൃപയുടെ നിറവ് ആ കുടുംബത്തിൽ സംഭവിക്കും. നമ്മൾ നാളെ അതിനെ കുറിച്ച് കൂടുതൽ ധ്യാനിക്കും. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലും ഒക്കെ സംഭവിക്കും. പ്രിയപ്പെട്ട മക്കളെ, മാതാവുമായി ആഴമായ ബന്ധം നമുക്ക് ഉറപ്പിക്കാം. ദൈവം നമുക്ക് നൽകുന്ന വലിയ ഭാഗ്യമാണ് ഈ അമ്മയുമായുള്ള ബന്ധം. നമുക്കറിയാലോ, ഈ മാതാവിനെ കൂടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം ഒത്തിരിയുണ്ട്. നമ്മൾ കണ്ടു, ദൈവകൃപ നിറഞ്ഞവള്, കർത്താവ് കൂടെയുള്ളവര്, ആരോഗ്യ സർപ്പത്തിന്റെ തലയെ തകർത്തവള്. അതുകൊണ്ട് ഈ മാതാവിന്റെ കൂടിയേ തീരൂ. അതുകൊണ്ട് ഈശോ നമുക്ക് ഏൽപ്പിച്ചതൊക്കെ ഇതാ നിന്റെ അമ്മ. ഈ അമ്മ ബന്ധം നമ്മൾ ഉറപ്പിച്ച് ജീവിച്ചാണ്ടല്ലോ, പിന്നെ അമ്മ എല്ലാത്തിനും തിടുക്കത്തിൽ ഇടപെടും. നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ അവസ്ഥകള്, നമ്മുടെ വേദനകള്, നമ്മുടെ നിയോഗങ്ങള്, നമ്മുടെ മക്കളുടെ അവസ്ഥകൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അമ്മ മാതാവുമായി ആഴമായ ബന്ധത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ തിടുക്കത്തിൽ ഇടപെടണം, വൈകരുത്. അമ്മ തിടുക്കത്തിൽ ഇടപെടണം. അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ ഞങ്ങളെ സഹായിച്ച പറ്റൂ. അങ്ങനെ ഉള്ള ഒരു ആവശ്യകതയിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമെന്ന് തീഷ്ണമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മ മാതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവ്യകാര സന്നിധിയിൽ നമുക്ക് ഇന്ന് ദിനം പ്രാർത്ഥിക്കാം. തിടുക്കത്തിൽ, ആ വാക്കാണ്, തിടുക്കത്തിൽ ഇടപെടുന്ന അമ്മ തിടുക്കത്തിൽ നമ്മുടെ കാര്യത്തിലും ഇടപെടും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അമ്മയുടെ മക്കളായി നമ്മൾ ജപമാല ചൊല്ലി ഒക്ടോബർ മാസത്തില് അമ്മ ബന്ധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പാണ് മക്കളെ, നമ്മുടെ കാര്യത്തിലും നമ്മുടെ നിയോഗത്തിലും നമ്മുടെ അവസ്ഥയിലും നമ്മുടെ വേദനയിലും നമ്മുടെ എല്ലാ തലങ്ങളിലും അമ്മ മാതാവ് തിടുക്കത്തിൽ ഇടപെട്ടിരിക്കും. എലിസബത്തിന്റെ കുടുംബത്തില് ആ വാർദ്ധക്യാവസ്ഥയിൽ സക്രിയ ഊമനായിരിക്കുന്ന സമയത്ത് ഇടപെട്ട അമ്മേ, ഞങ്ങളുടെ കുടുംബത്തിലും അമ്മ ഇടപെടണം. അമ്മയുടെ സാന്നിധ്യം നിറയണം. അമ്മയുടെ ശക്തമായ സഹായം ഞങ്ങൾക്ക് വേണം. പ്രാർത്ഥനയോടെ ദിവ്യകാര സന്നിധിയിൽ അമ്മയോടും യോസേപ്പ് പിതാവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, തിടുക്കത്തിൽ ഇടപെടുന്ന അമ്മ നമ്മുടെ കാര്യങ്ങളിലും തിടുക്കത്തിൽ തന്നെ ഇടപെടട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ വലിയ സ്നേഹത്താൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹ ദാനമാണല്ലോ ഞങ്ങളുടെ പ്രിയപ്പെട്ട പരിശുദ്ധ അമ്മ മാതാവിനെ ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് അമ്മയുടെ സംരക്ഷണത്തില് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കുന്നതിനോർത്ത് ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കള്, ജീവിത പ്രശ്നങ്ങള്, ഞങ്ങളുടെ ആവശ്യങ്ങള്, ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകള്, രോഗപീഠകള്, എഴുന്നേറ്റിപ്പോയ മക്കളുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥകള്, ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അമ്മ മാതാവിന്റെ ശക്തമായ ഇടപെടല് ഞങ്ങൾക്ക് അനുഭവവേദ്യമാകത്തക്ക വിധത്തില് അമ്മയുടെ തിടുക്കത്തിലുള്ള ഇടപെടല് ഞങ്ങളുടെ മക്കൾക്ക് നൽകി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകി, ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അമ്മ മാതാവിനോടുള്ള വലിയൊരു സ്നേഹം ഞങ്ങളിൽ അങ്ങ് ജനിപ്പിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തിൽ ജനിപ്പിക്കണമേ, ഞങ്ങളുടെ മക്കളിൽ ജനിപ്പിക്കണമേ. ഈശോ, അങ്ങ് വിട്ടകന്നു പോയ മക്കള്, ജപമാല വിട്ടകന്നു പോയ മക്കള്, അമ്മ മാതാവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയ മക്കള്, ആ മക്കളെല്ലാവരെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വലിയ ഇടപെടല് അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലൂടെ ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാകട്ടെ എന്ന് എളിമയോടും ദാഹത്തോടും കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് നമുക്ക് സമർപ്പിക്കാം. മക്കളോട് വേദനിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കൾ, അടിമത്തത്തിലേക്ക് വീണുപോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് വീണുപോയ മക്കള്,
അനുസരണമില്ലാത്ത മക്കള്, പഠനം മുടങ്ങിപ്പോയ മക്കള്, ഡിപ്രഷനിൽ പെട്ടുപോയ മക്കള്, പല പല അടിമത്വത്തിലേക്ക് വീണുപോയ മക്കള്, മൊബൈൽ അടിമത്വം, ഗെയിമിന്റെ അടിമത്വം, ലഹരിയുടെ അടിമത്വം, സ്നേഹബന്ധങ്ങള്, പ്രേമക്കുരുക്കുകള്, പൈശാചിക ശക്തികള് ഏറെ ഞങ്ങളുടെ മക്കളെ പീഡിപ്പിക്കുന്നു. അമ്മ മാതാവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകട്ടെ. തിടുക്കത്തില് ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എലിസബത്തിന്റെയും സക്രിയയുടെയും കുടുംബത്തിലേക്ക് കടന്നു ചെന്ന് ഇടപെട്ട അമ്മയുടെ ശക്തമായ ഇടപെടല് ഞങ്ങളുടെ കുടുംബത്തിന്റെ നിരവധിയായ ആവശ്യങ്ങളില്, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കളുടെ ഓരോ കാര്യങ്ങളിലും അമ്മയുടെ ശക്തമായ ഇടപെടല് ഈശോയെ ഞങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒത്തിരി പൈശാചിക പീഠങ്ങള്, ലോകാരൂപിയുടെ അതിപ്രസരണം, അടിമത്തങ്ങള്, ബന്ധനങ്ങള്, കെട്ടുകള് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ മക്കളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എല്ലാ മേഖലകളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെല്ലാ അവസ്ഥകളെയും അമ്മ മാതാവിന്റെ മധ്യസ്ഥം വഴി യോസേപ്പ് പിതാവിന്റെ പ്രത്യേകമായ സാന്നിധ്യത്തില് ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, പ്രത്യേകിച്ചും നമ്മുടെ ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേക മക്കളുടെ പ്രാർത്ഥനകൾ നമുക്ക് ഒരുമിച്ച് സമർപ്പിക്കാം. അച്ഛനോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട ഒത്തിരിയേറെ മക്കളെ കർത്താവേ തിരുസന്നിധിയിലേക്ക് ഇതാ അഭിഷിക്ത കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞാൻ അനേകം മക്കളോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ മക്കളുടെ എല്ലാ പ്രാർത്ഥനകളും യോഗങ്ങളും തൃപ്പാദത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ പൈശാചിക പിടിയിൽ നിന്നും മോചിപ്പിക്കണമേ. വഴിതെറ്റിപ്പോയ മക്കളെ ഈശോയിലേക്ക്, അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചു കൊണ്ടുവരണമേ. എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. നിശബ്ദമായിട്ട് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും നമ്മളെല്ലാവരും ഒത്തിരി നിയോഗങ്ങളോടെ പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ 3 നിയോഗങ്ങൾ. കർത്താവേ, ഇടപെടണം. അമ്മ മാതാവിന്റെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടണം. ആരും നിരാശപ്പെടാൻ പാടില്ല കർത്താവേ. ആരും തകർന്നു പോകാൻ പാടില്ല കർത്താവേ. ആരും നശിച്ചു പോകാൻ പാടില്ല കർത്താവേ. അതിട്ട് അങ്ങ് അനുവദിക്കുന്നില്ല. അങ്ങത് ഒരിക്കലും അനുവദിക്കത്തില്ല എന്ന സത്യം ഞങ്ങൾ അറിയുന്നു. ഏറ്റവും എളിമയോട് കൂടി പ്രാർത്ഥിക്കും മക്കളെ. ഈശോയെ ആശീർവദിക്കാൻ പോവുക. അമ്മ മാതാവിന്റെയും യോസേപ്പ് പിതാവിന്റെയും നിറസാന്നിധ്യത്തില് നമ്മുടെ കുടുംബത്തിൽ ദൈവം ഇടപെടുന്ന വലിയ അഭിഷേകം നമുക്ക് അനുഭവിക്കാൻ ഇടയാകത്തക്ക വിധത്തിൽ ഈശോയെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവേ, എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നിറച്ച് ഞങ്ങളുടെ മക്കളെ, കുടുംബങ്ങളെ, നിയോഗങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ അനുഗ്രഹങ്ങളും സ്വീകരിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങയുടെ ശക്തമായ ശക്തി അമ്മ മാതാവിന്റെ സാന്നിധ്യത്തിലൂടെ, മധ്യസ്ഥത്തിലൂടെ ഈ സമയം നിറയട്ടെ. ഈ ഒക്ടോബർ മാസത്തിന്റെ എല്ലാ കൃപകളും നിറയട്ടെ. ഒരു ദാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.